മുതിയാവള വലിയച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ അദേവദോത്തൂസ് ഒരു ദിവസം അമ്പൂരി മായം പ്രദേശത്തെ വീടുകൾ സന്ദർശനം പൂർത്തിയാക്കി വീട്ടിലെത്തി. കുളി, പ്രാർത്ഥന, ധ്യാനം, ഭക്ഷണം ഇവ കഴിഞ്ഞ് കിടന്നു. അർദ്ധരാത്രിയായപ്പോഴേക്കും ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. വൃക്ഷങ്ങൾ ഒടിഞ്ഞും പിഴുതും വലിയ താണ്ഡവത്തോടെ അലറിയടിച്ച കാറ്റ് കണ്ട് അദ്ദേഹം ആളുകളെ വിളിച്ചു. മക്കളെ, സമാധാനിക്കുവിൻ. സർവശക്തൻ ഇന്ന് ആപത്ത് വരുത്തുകയില്ല. കാറ്റ് പെട്ടെന്ന് ശമിച്ചു. അത് മലമ്പനി രോഗത്തെ തുടച്ചു മാറ്റിയ കാറ്റായിരുന്നു. പിന്നീട് ആർക്കും മായം അമ്പൂരി പ്രദേശത്തും മലേറിയ എന്ന രോഗവും ഉണ്ടായിട്ടില്ല. അച്ഛോ, സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഇതെല്ലാം ദേവസ്യ അച്ഛനറിയാലോ, എൻ്റെ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ മകളും രണ്ടാമത്തെ മകളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ എത്തിയപ്പോഴോ 3 പെൺമക്കളുണ്ടായി. അവർ 3 ഇവിടെ വച്ചേനെ മരിച്ചു. എന്താ പറയാനച്ചാ? 3 പെൺമക്കൾ ജീവിച്ചിരുന്നെങ്കിൽ കുടുംബത്തിന് അപമാനവും കഷ്ടനഷ്ടങ്ങളും വരുത്താം. ദൈവത്തിൻ്റെ പദ്ധതിയും ലക്ഷ്യവും അവർ മരിക്കണമെന്നാണ്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുക. ശരി അച്ഛാ. കുഞ്ഞുമക്കളെ, സുവിശേഷ ഭാഗ്യങ്ങൾ അറിയാമോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. മോളെ, ഇങ്ങ് വരൂ. കുഞ്ഞുമക്കളെ, ആരാണ് ഹൃദയത്തിൽ വസിക്കുന്നത്? ഈശോ, ഈശോ, ഈശോ. ഓർമ്മ വേണം കേട്ടോ. മക്കളെ, വിശുദ്ധ കുർബാന അപ്പമോ റൊട്ടിയോ? ഈശോയാണ്. ഈശോ. ഓർമ്മ വേണം കേട്ടോ. മക്കളെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാല്യകാലം പറഞ്ഞു തരട്ടെ? എൻ്റെ അമ്മ എന്നെ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് സെൻറ്റ് മൈക്കിൾസ് ഇടവക ദേവാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു. മോളെ, വരൂ, വന്നിരുന്നോളൂ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അൽത്താരബാലനായിരുന്നു. എനിക്ക് 2 സഹോദരനും 1 സഹോദരിയും ഉണ്ടായിരുന്നു. ഏറ്റവും മൂത്തത് ഞാനാണ്. എൻ്റെ കുഞ്ഞിലെ പേര് ജൂലിയൻ ബെക്ക് എന്നാണ്. അപ്പോൾ വലിയച്ഛൻ ഏത് രാജ്യക്കാരനാണ്? അങ്ങ് ദൂരെ, യൂറോപ്പിലെ ബെൽജിയം. നിങ്ങൾ 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1914 മുതൽ 1918 വരെ ലോകരാജ്യങ്ങൾ 2 ചേരികളായി നടത്തിയ യുദ്ധമാണിത്. എന്നെയും നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തു. യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ജർമ്മൻ പട്ടാളം എന്നെ പിടിച്ച് ജയിലിൽ അടച്ചു. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു.
രക്ഷപ്പെട്ടത്? ഈശോയിലും അവിടുത്തെ അമ്മയിലും പരിപൂർണമായി സമർപ്പിച്ച് ജപമാല ചൊല്ലിയാണ്. അങ്ങനെ ജപമാലയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഞാൻ തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫ്രാൻസിലെ ലൂർദിൽ പോയി. അമ്മയുടെ ആഗ്രഹം ഞാനൊരു വൈദികനാകണമെന്നായിരുന്നു. അപ്പോൾ അമ്മയുടെ ആഗ്രഹം നടന്നു അല്ലേ വല്യച്ഛ? എൻ്റെ അമ്മയുടെ ആഗ്രഹം നടന്നു. അതിനിടെയാണ് ഞാൻ ഒരു യുവതിയുമായി പരിചയത്തിലായത്. പരിചയത്തിലോ? അതെ, പരിചയത്തിലായി. പിന്നെ ഒടുവിൽ അവർ ഒരു മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായി. അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചിരുന്ന ഒരു മഠം. ഇപ്പോൾ അവർക്കും ധാരാളം മക്കളുണ്ട്. എനിക്കുമുണ്ട് ധാരാളം മക്കൾ. ഞാൻ നിഷ്പാദുക കർമ്മലിത്ത സഭയിൽ ചേർന്ന് 1927 ജൂലൈ 31 വൈദികനായി. നവംബർ 1 തിരുവനന്തപുരത്ത് കാർമൽ ഹിൽ ആശ്രമത്തിലെത്തി. അപ്പോൾ എനിക്ക് 31 വയസ്സായിരുന്നു. 1946 സെപ്റ്റംബർ 1 ഞാൻ മുതിയാവിളയിലെത്തിയത്. अच्छा दो
സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞുമക്കളെ, നരകത്തിലെ അഗ്നിയെ അറിയാമോ? ഇല്ല വല്യച്ഛ. ഒരാളിങ് വന്നേ. ഇതിൽ കൈയൊന്ന് കാണിച്ചേ. അയ്യോ, ഇതിനേക്കാൾ കഠിനമാണ് നരകത്തിലെ യാതന. അതുകൊണ്ട് ആരും പാപം ചെയ്യരുത്. കേട്ടോ മോളെ? അങ്ങനെ മുതിയാവിള, തൂങ്ങാമ്പാറ, കൊളവുപാറ, കള്ളിക്കാട്, മുകുന്തറ, ചെട്ടിക്കുന്ന്, ചെമ്പനാങ്കോട്, അമ്പൂരി, മായം, തേക്കുപാറ, കണ്ടംതിട്ട, കരിമംകുളം എന്നീ പ്രദേശങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. മിഷൻ പ്രവർത്തനം എന്നത് കേവലം മതബോധനം മാത്രമല്ല, മഹത്തായ മനുഷ്യസേവനവും കൂടിയാണ്. ചുമട് താങ്ങി മൂപ്പനച്ഛൻ വരുന്നേ. ഉത്തരീയം തന്നവളെ, ഉലകത്തിൻ മാമരിയെ, അടിമയുടെ ആദരവേ, ഈ ദുഷ്മൃഗത്തിൻ വായികെട്ട്. ദേവസി, അച്ഛാ, ഞങ്ങൾ പോണേ. പോയിട്ട് വാ മക്കളെ. അച്ചോ, വെറുതെ നിന്നാ തുരുമ്പ് പിടിച്ചു പോവും. അച്ചോ സ്തുതിയായിരിക്കട്ടെ. അച്ചോ, എനിക്ക് 3 ആൺമക്കളെ കൂടെ ദൈവം നൽകി. അവരിപ്പോൾ സുഖമായിരിക്കുന്നു. അച്ചോ, അന്ന് ഞാൻ അനുഗ്രഹിക്കണം. അന്ന് ഞാൻ പറഞ്ഞതിനെല്ലാം അച്ഛനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. ശരി അച്ചോ. 1968 ഒക്ടോബർ 20 മിഷൻ ഞായർ. മിഷനറിമാർക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കപ്പെട്ട ദിവസം. പതിവ് പോലെ കൊച്ചച്ഛനെ മുതിയാവളിയിൽ കുർബാന ചൊല്ലാൻ ഏൽപ്പിച്ചിട്ട് ചെമ്പനങ്കോട് ദേവാലയത്തിൽ ദിവ്യപൂജയ്ക്ക് പോകാൻ വല്യച്ഛൻ യാത്ര പുറപ്പെട്ടു. ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്നു കാണും. പതിവില്ലാതെ കലശലായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് മടങ്ങാൻ തീരുമാനിച്ചു. വന്നപാടെ വല്യച്ഛൻ കട്ടിലിൽ കയറിക്കിടന്നു. ഉടനടി അസിസ്റ്റൻ്റ് ഫാദർ ജെയിംസ് ഡോക്ടറെ വിളിക്കാൻ ആളയച്ചു. കൊച്ചച്ഛനോട് പോയി കുർബാന ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ദൈവദൂതൻ, പുണ്യാളച്ചൻ, മുതിയാവള വല്യച്ഛൻ, തലമുറകളുടെ സംരക്ഷകൻ എന്നെല്ലാം ഫാദർ അതിയോദൂത്തൂസ് അറിയപ്പെടുന്നു. Jesus accept. അച്ഛൻ പോയി പള്ളിയിൽ കുർബാന ചൊല്ലൂ. ശരി അച്ഛാ. അച്ഛോ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ,
ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആകാശം നിൻ തിരു കൈകളിലോ, ആഴികൾ നിൻ കൈ കുമ്പിളിലോ. നീ കൺചിമ്മിയാലത് സന്ധ്യയാകും, കൺ തുറന്നാലെൻ പുലരിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. 2018 ഒക്ടോബർ 13 ദൈവദാസനായി പാപ്പ പ്രഖ്യാപിച്ചു. നെയ്യാറ്റിൻകര രൂപതയുടെ പ്രഥമ ദൈവദാസൻ, മുതിയാവള വലിയച്ഛൻ എന്ന് വിളിക്കുന്ന അദേവദൂത്ത സച്ചൻ്റെ 57-ാം ചരമവാർഷിക അനുസ്മരണത്തിന് പേയാട് സെൻറ് ജൂഡ് നഗറിലെ സെൻറ് ജൂഡ് പള്ളിയും പങ്കുചേരുന്നു. എത്രയും വേഗം വിശുദ്ധനായി പ്രഖ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളയുടെ വല്യച്ഛൻ ഹൃദയോദാതൂതന്യാത്മൻ, വിശ്വാസത്തിൻ വെളിച്ചമേകാൻ പ്രേഷിതനായൊരു വൈദികൻ. വിശ്വാസത്തിൻ വെളിച്ചമേകാൻ പ്രേഷിതനായൊരു വൈദികൻ. മുതിയാവിളയുടെ വല്യച്ഛൻ. വിശ്വാസികളുടെ മനസ്സുകളിൽ വിശ്വാസത്തിരി തെളിയിക്കാൻ, വിശ്വാസികളുടെ മനസ്സുകളിൽ വിശ്വാസത്തിരി തെളിയിക്കാൻ. നിഷ്പാദുകനായാഗതനായി സഹ്യനു ശ്രീയാമീ ഭൂവിൽ, നിഷ്പാദുകനായാഗതനായി സഖ്യനു ശ്രീയാമീ ഭൂവിൽ.